ഹും. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. പാൽപ്പാടയിൽ നിന്ന് ശുദ്ധമായ നെയ്യ് എങ്ങനെയാണ് വീട്ടിൽ വളരെ എളുപ്പം തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും അറിയുന്നുണ്ടാവും, എല്ലാവരും കുറേ പേരൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും, എന്നാൽ ചിലർക്കെങ്കിലും അറിയാവുകയുണ്ടാവും എങ്ങനെയാണ് ശുദ്ധമായ നെയ്യ് നമ്മൾ വീട്ടിൽ തന്നെ വാങ്ങുന്ന വളരെ കുറച്ച് പാലിൽ നിന്ന് പോലും എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പാൽ നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. നന്നായി തിളപ്പിച്ച് വെച്ച പാലിൻ്റെ മുകൾ വശത്ത് ഇതുപോലെ പാൽപ്പാട ഉണ്ടാവും. ഈ പാൽപ്പാട നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുക. ഇതുപോലെ എടുത്തിട്ട് ശേഷം നമ്മൾ ഒരു കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ആദ്യം ഒന്ന് നെയ്യ് എടുത്തു പോയി, അതുകൊണ്ടാണ് ഇതിൽ അത്ര അധികം തന്നെ നെയ്യ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് കേട്ടോ, പാൽപ്പാട. അപ്പോൾ ഈ പാൽപ്പാട നമ്മളെന്താ പാല് നന്നായിട്ട് കുറച്ച് നേരം ഒരു 2-3 തിളച്ചതിന് ശേഷം ഒരു 4-5 മിനിറ്റ് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. എന്നിട്ട് നന്നായി തണുത്തതിന് ശേഷം നമ്മളൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് ആ പാല് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നെയ്യ് പാൽപ്പാട കട്ടിയായിട്ട് തന്നെ അതിൽ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. ഞാനിതുപോലെ പാൽപ്പാട എടുത്ത് വെച്ച് കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതാണ് ഇന്ന് ഞാൻ എടുത്തതിന് ശേഷം നെയ്യ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ കുറച്ചാണെങ്കിൽ പോലും അതെടുത്ത് അതിൽ പാൽപ്പാട ഓരോ ദിവസവും ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അതിന് ശേഷം ഒരു മാസമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ആവുന്നതിനനുസരിച്ച് അത് എടുത്ത് വെക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 10-15 ദിവസത്തോളം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ടോ, നല്ല കട്ടിയായിട്ട് അത് ഇരിക്കുവാണ്. ഇതിനി നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ട് നെയ്യ് ഉണ്ടാക്കാം നമുക്ക്. ഇതെടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ തണുപ്പൊന്ന് വിട്ടതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നമ്മളൊരു കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാൽപ്പാട ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതിൻ്റെ തണുപ്പൊന്ന് പോയ ശേഷമാണ് നമ്മളിത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 1 മാസം 1.5 മാസത്തോളമൊക്കെ കുറച്ചധികമാണ് എടുത്ത് വെച്ചിട്ടുള്ളതെങ്കിൽ അത് നന്നായിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് ഐസ് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ഈ ഒരു നെയ്യ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഉരുണ്ട് കൂടി വരും. അത് നന്നായിട്ട് ഐസ് വാട്ടറിൽ 3-4 വട്ടം കഴുകി എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഒന്ന് പാത്രത്തിൽ ഇട്ട് കൊടുത്തായിട്ട്. അപ്പോൾ നമുക്ക് അത്ര അധികം തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിരുന്നാലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നോർമൽ ടെമ്പറേച്ചറിലാവുന്നവരെ പുറത്ത് വെച്ചതിന് ശേഷമാണ് നമ്മളിത് പൊരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇപ്പം തന്നെ അതിൻ്റെ മുകൾ വശത്ത് കണ്ടില്ലേ നെയ്യ് വരുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് പൂർണ്ണമായിട്ടും ഇതിലുള്ള ഈ ഒരു തിളച്ച് വരുന്നൊരു ഭാഗം തിളയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നെയ്യ് നന്നായിട്ട് മേളിൽ പൊങ്ങി വരും. ആ ഒരു സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് കൂടിയ എമൗണ്ടിലൊക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ അതിലൊരു 1-2 ടീസ്പൂൺ തൈരും കൂടി ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ തൈര് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് എത്ര നാളും, ഇപ്പോൾ ഒരു 2 മാസത്തിന് ശേഷമൊക്കെയാണ് നമ്മൾ ഇതുപോലെ എടുത്ത് ഒരുക്കുന്നതെങ്കിൽ അതുവരെ ഒരുപാട് സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തൈര് ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അത്ര അധികം തന്നെ കൂടുതലില്ലാത്തത് കൊണ്ടാണ് നമ്മൾ തൈര് ചേർത്ത് വെക്കാതിരുന്നത്. നമ്മളൊരു 15 ദിവസം കൂടി ഇപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഐസ് വാട്ടർ കൂടുതലുണ്ടെങ്കിൽ ഐസ് വാട്ടർ ഒഴിച്ചിട്ട് മിക്സീൻ്റെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം 2-3 ഐസ് വെള്ളത്തിൽ കഴുകി എടുത്തതിന് ശേഷം ഇങ്ങനെ ഉരുക്കാൻ വെക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മൾ ഉരുക്കാൻ വെച്ച പാത്രത്തിൻ്റെ മുകളിൽ ആ ഒരു എന്താ പറയുക കട്ടി പോലെ ഉണ്ടായിരുന്ന ഭാഗം അടിവശത്തോട്ട് തന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നെയ്യ് പൊങ്ങി വരുന്നത് കാണാം കേട്ടോ. ഇത് നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അടിവശത്ത് പിടിക്കാനോ ഒരുപാട് തീ കൂട്ടി വെക്കാനോ ഒന്നും തന്നെ പാടില്ല. അപ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ അത് പാടെ മാറുവേ. കാരണം ഇത് പെട്ടെന്ന് നമുക്കറിയാമല്ലോ, ഇതിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ ഇതിൻ്റെ മേളിൽ പൊങ്ങി കിടക്കുന്ന ആ തൈര് പോലെയുള്ള ഭാഗം ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഒരു ലെയറായിട്ട് കിടന്നിട്ട് അതിൻ്റെ മേളിലാണ് ഇതിൽ നിന്ന് ഉരുകി വരുന്ന നമ്മുടെ നെയ്യ് ഇതിന് മേളിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീ കൂട്ടി വെക്കുകയാണെങ്കിൽ ഈ അടിവശം പെട്ടെന്ന് തന്നെ കരിയാനും നമ്മളുടെ ഈ ഒരു ഗീക്ക് ഭയങ്കരമായിട്ടുള്ള ഒരുപാട് സ്മെല്ല് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെറിയ തീയിൽ വെച്ചിരിക്കുക, തുടർച്ചയായിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രം നമ്മൾ അടുപ്പത്ത് വെക്കുന്നതിന് മുൻപ് തന്നെ ഒരു ശകലം നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തടവി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ നെയ്യ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് കഴുകിയെടുക്കാനും വളരെ എളുപ്പമായിരിക്കും. അടിയിലൊന്നും ഒട്ടും തന്നെ പിടിക്കില്ല കേട്ടോ. അപ്പോൾ അതൊരു ടിപ്പാണ്, അതൊന്ന് ഓർത്ത് വെച്ചോളൂ. അതുപോലെ തന്നെ ഐസ് വാട്ടർ ഒഴിച്ചതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടാനുള്ളൊരു ഇതും കൂടിയുണ്ട്. കൂടുതൽ അളവിലാണെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് കുറഞ്ഞ അളവിലായതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് പാത്രത്തിലേക്ക് ഒഴിച്ചത് കേട്ടോ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ നമ്മുടെ
തൈര് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു പാൽപ്പാടേൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ അതൊരു പാല് പോലെയാണല്ലോ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൂടുതലും അടിവശത്തോട്ട് താന്നതിന് ശേഷം അതിലുണ്ടായിരുന്ന ബട്ടർ ഗീ പൂർണ്ണമായിട്ട് ഇതുണ്ട് ഉരുകി ഇതേ മേളിലേക്ക് ഇങ്ങനെ വരുന്നത്. ഇനി ഈ ഒരു പതയുണ്ടല്ലോ, ഈ പത കുറേ അങ്ങ് താന്ന് പോകുന്നു. ആ ഒരു പരുവം വരെ നമുക്കിത് വെക്കണം കേട്ടോ. അപ്പം അത്യാവശ്യം പതയൊക്കെ താന്ന് കഴിഞ്ഞപ്പോൾ ഞാനിതേ ഒരു അരിപ്പ വെച്ചിട്ട് ഇതുപോലെയൊന്ന് അരിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ ആ ഒരു തൈര് വീണ്ടും ഉരുകാൻ വേണ്ടിയിട്ട് അതിൽ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അടിയിലടിഞ്ഞ് ആ ഒരു എന്താ പറയുക, നമ്മൾ ഈ ഒരു തൈരിൻ്റെ അംശം ഉണ്ടല്ലോ അതതിൽ കട്ട കൂടി ഇരുന്നിട്ട് അത് കരിഞ്ഞാൽ വളരെ ബാഡായിട്ടുള്ളൊരു ഒരു സ്മെല്ല് നമ്മുടെ നെയ്യിന് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒത്തിരി കരിയുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ അത്യാവശ്യം എല്ലാ നെയ്യും അതൊന്ന് ഉരുക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് അരിച്ചെടുത്തു കേട്ടോ. ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ അരിപ്പ വെച്ചിട്ട് നമ്മൾ ആ ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം അതിലുള്ള പൂർണ്ണമായിട്ട് നെയ്യ് കിട്ടാനായിട്ട് നമ്മൾ ഒരു ചെറിയ സ്പൂണ് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ തവിയിലേക്ക് ഇങ്ങനെ അമർത്തി കൊടുക്കുക. അമർത്തി കൊടുക്കുമ്പോൾ അതിലുള്ള പൂർണ്ണമായിട്ടെല്ലാം ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ കണ്ടില്ലേ അതിനുള്ള പൂർണ്ണമായിട്ടുള്ള നെയ്യ് മുഴുവൻ നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് വീണ് കിട്ടും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കരിഞ്ഞു പോകരുത് എന്നുള്ളതാണ്. കരിഞ്ഞു പോകാതെ കണ്ടില്ലേ, നോക്കി നല്ല ഗോൾഡൻ ഷെയ്ഡിലുള്ള നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയ നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാനും പറ്റും. നമുക്കറിയാമല്ലോ, നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എന്തോരം പൈസ കൊടുത്തിട്ടാണ് നെയ്യ് മേടിക്കുന്നത് അല്ലേ. അത് തന്നെയല്ല, നമ്മളെല്ലാ വീടുകളിലും പാല് മേടിക്കുന്നവരാണല്ലോ. അപ്പോൾ ഈ വളരെ ചെറിയൊരു പ്രോസസ്സേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ തൈര് പാല് നന്നായിട്ട് തിളപ്പിക്കുക. തിള വന്നതിന് ശേഷം ഒരു 10 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോളം വീണ്ടും അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിക്കുമ്പോഴാണ് ആ പൂർണ്ണമായിട്ട് അതിലുള്ള പാൽപ്പാട മുഴുവൻ കിട്ടുന്നത്. സമയമുണ്ടെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ തണുത്തതിന് ശേഷം ഈ ഒരു പാലെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം പുറത്തെടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഇതിൽ പാൽപ്പാട നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ടിപ്പും കൂടി ഓർത്ത് വെച്ചോളൂ. അത് നോക്കി നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം ഞാൻ ഇതുപോലൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി വീട്ടിൽ നിന്ന് പുറത്തുനിന്നൊന്നും വാങ്ങാതെ നെയ്യ് നമുക്ക് ആവശ്യമുള്ളത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലും കേട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റിന് ഇപ്പോൾ നിങ്ങൾ ഇതിലെന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയിട്ടാണോ ഇതുപോലെയൊക്കെ നെയ്യ് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നുപോകല്ലേ കേട്ടോ. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് നിങ്ങളുടെ വിലപ്പെട്ട ഓരോ നിർദ്ദേശങ്ങൾക്കും ഞങ്ങൾ പറ്റുന്ന പോലെയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.